തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറും. SIT ആശുപത്രിയിലെ 3 ഡോക്ടേഴ്സാണ് ചികിത്സാ പിഴവ് അന്വേഷിച്ചു വരുന്നത്. ഈ വാർത്തയുടെ അപ്ഡേഷൻ റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത്. പറയൂ റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നലെയാണ് ഈ സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്ന് നെടുമങ്ങാട് പോലീസ് ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 3-അംഗ വിദഗ്ധ സമിതി അന്വേഷിച്ചിരുന്നു. ഈ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിന്റെയും അതുപോലെ തന്നെ ഡോക്ടറിന്റെയും മൊഴി രേഖപ്പെടുത്തി. ഒപ്പം ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ വിദഗ്ധ സമിതി ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനിടെ വലിയ പ്രതിഷേധവുമായി KGMOയും രംഗത്ത് എത്തിയിട്ടുണ്ട്. നെടുമങ്ങാട് ആശുപത്രിയുടെ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ OP ഉൾപ്പെടെയുള്ള ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകും. പുതിയ അഡ്മിഷൻ സ്വീകരിക്കില്ല എന്ന്, അതുപോലെ തന്നെ ഇലക്ടീവ് സർജറി നടത്തില്ല എന്നും അടക്കമുള്ള പ്രതിഷേധം ഇന്നലെ ചേർന്ന KGMOയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതായിട്ടാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധത്തിൽ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വിദഗ്ധ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിലായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഡോക്ടർ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ കൈപ്പിഴ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. SKN. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.